സംസ്ഥാനത്ത് നിന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. സാധാരണ നിരക്കിനേക്കാൾ 3 ഇരട്ടിയിലധികമാണ് ഇപ്പോൾ നിരക്ക് ഈടാക്കുന്നത്. സീസൺ സമയങ്ങളിൽ എല്ലാ വർഷവും ഇത് പതിവാണെന്നാണ് ആക്ഷേപം. ഗൾഫ് മേഖലകളിൽ മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതിനാൽ പല പ്രവാസി കുടുംബങ്ങൾക്കും യാത്ര കൂടിയേ തീരൂ. ഓണമായതിനാൽ നാട്ടിലേക്ക് വരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്താണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്നത്. സാധാരണക്കാരായ പ്രവാസികൾ വെക്കേഷന് നാട്ടിൽ വരുന്ന സമയത്ത് ഭീമമായ സംഖ്യയാണ് വർദ്ധിപ്പിക്കുന്നത്. ഡബിൾ എന്നല്ല, ട്രിപ്പിൾ തന്നെ പറയാം. 12,000 രൂപയ്ക്കൊക്കെ ജിദ്ദയ്ക്ക് പോകുന്നത് ഇപ്പോൾ 28,000 32,000 വരെ എത്തിയിട്ടുണ്ട്. ആ കോലത്തിലുള്ള വർധനവാണ് വിമാന കമ്പനി വർദ്ധിപ്പിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ബാധിക്കുന്നുണ്ട്. വർഷാവർഷങ്ങളും ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ വർഷവും സമാനമായ രീതിയിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ കൊള്ള നടത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. എയർലൈനുകൾ ഏത് റേറ്റാണോ പറയുന്നത് ആ റേറ്റിൽ എടുക്കാൻ പ്രവാസികൾ നിർബന്ധിതരാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് എല്ലാ വർഷവും നടന്നു വരുന്നൊരു പ്രതിഭാസമാണ്. ഇതിന് എങ്ങനെ തടയണമെന്ന് ചോദിച്ചാൽ ആ സന്ദർഭത്തിൽ അഡീഷണൽ ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് വലിയ എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സന്ദർഭത്തെ, ഇപ്പോൾ നമുക്കറിയാം റെയിൽവേ ഈ വെക്കേഷൻ സമയത്ത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓണം വെക്കേഷൻ സമയത്തൊക്കെ അഡീഷണൽ ട്രെയിൻ തന്നെ ഇട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ എയർ യാത്രാ രംഗത്ത് ഇങ്ങനെ ഒരു സർക്കാരും ഈ ഒരു രംഗത്ത് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. ഇനിയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള ബജറ്റ് വിമാനങ്ങളിൽ ഉൾപ്പെടെ വൻ തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.